أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أدعو ربي ولا أشرك به أحدا നബിയെ പറയുക, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ഇസ്ലാം അല്ലാഹുവിങ്കിൽ സ്വീകാര്യമായ ഏകമതം. ഈ മതത്തിന്റെ സത്യസന്ദേശം പ്രബോധനം ചെയ്യുക ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും മാത്രമാണ് മനുഷ്യന്റെ ആത്യന്തികമായ വിജയത്തിനും മോക്ഷത്തിനും നിദാനം. എന്നാൽ ഈ സത്യം അറിയാതെയോ മനസ്സിലാക്കാതെയോ തെറ്റിദ്ധരിച്ചോ അനേകായിരം ജനങ്ങൾ നമുക്കിടയിൽ ബഹുദൈവ വിശ്വാസികളും ദൈവനിഷേധികളുമായി ജീവിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നു. സദഖത്തുല്ലാഹിൽ ഖായിർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ജനങ്ങൾ വന്ന് പറഞ്ഞു, ഇതൊന്നും നിങ്ങളെ തലേ കയറുമെന്ന് പോലും എനിക്കറിയൂല. ജുമഅക്ക് വന്ന ആളുകൾ പറഞ്ഞു, മഴ വേണം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മഴക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സദഖത്തുല്ലാഹിൽ ഖായിർ പറഞ്ഞു, ദ്വാരല്ല, മീക്കായിലിനോട് പറഞ്ഞോളാം ഞാൻ എന്ന് പറഞ്ഞു. അന്ന് മീക്കായിലിനെ വിളിച്ചു. മീക്കായിൽ വന്നു. അസറിന് മീക്കായിൽ കായൽ പട്ടണത്ത് വന്നു. മീക്കായിൽ അലൈഹിസ്സലാം വന്ന പള്ളി ആയതുകൊണ്ട് കായൽ പട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീക്കായിലാണ്. ഇന്നും സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു മീക്കായിലാണ് വിളിച്ചു. മീക്കായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവരുമായി നല്ല സംസാരങ്ങളൊക്കെ നടത്തി. പിരിഞ്ഞു പോകാൻ നേരത്ത് പറഞ്ഞു, ഇന്നെ എന്തിനാ നിങ്ങൾ വിളിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബഗാ വൈസൻ, മഴ വേണമെന്നോ, നിങ്ങളല്ലേ മഴയുടെ ആള്, നിങ്ങൾ മഴ വേണമെന്നോ. വഖദ് നാല മിൻഹു സദഖത്തുല്ലാഹി, അതപ്പോൾ തന്നെ വാങ്ങി വെക്കുകയും ചെയ്തു. മഴ മീക്കായിൽ അലൈഹിസ്സലാം പോകുന്നതിന് മുമ്പ് മഴ പെയ്തു. മീക്കായിനെ വിളിച്ചു വരുത്തിയിട്ട് കായൽപ്പണത്തേക്ക് മഴ പെയ്യിപ്പിച്ചു. ആര്? ഖുതുബിയത്തുണ്ടാക്കിയ ആര്? സദഖത്തുല്ലാഹിൽ ഖാഹിരി. ഇവരൊക്കെ എങ്ങനെ കുട്ടി ഇതൊക്കെ ശിർക്കാവുക? എന്താ ഈ വിളിച്ച് പറയുന്നത്? എന്റെ തലക്കെന്ത് പറ്റിപ്പോയത്? എന്തൊക്കെ പറ്റിപ്പോയത്? ഇതൊക്കെ എന്താവര് ആരെന്ന് നീ വിചാരിച്ചത്? ആരാ ഈ മനുഷ്യന്മാരൊക്കെ? ആരാണ് സദഖത്തുള്ള? ഒരു പട്ടാണി തമിഴൻ, വേറെ ആരാ? കുതിരപ്പട്ടാണി എന്നാ ഈക്ക പറഞ്ഞ്, ഞങ്ങളല്ല. ശംസുലുലബക്കർ തുറന്ന കത്തി എന്ന് ലേപി ഗ്രൂപ്പുകാർ പറയുന്നു. കുതുബിയത്ത് എഴുതിയ സദഖത്തുള്ള ഒരു കുതിരപ്പട്ടാണിയാണ്. ആ കുതിരപ്പട്ടാണി ചെയ്ത ദീനിന്റെ തെളിവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ചെയ്തു, അള്ളാഹു ആലം. അദ്ദേഹത്തിന് വലിയ ഖുറാഫി വെച്ച് കാച്ചിയ കഥയാണ്. ആർക്കറിയാ? ഖുറാഫി എന്ന വാക്കിന് തന്നെ അർത്ഥം എന്തായിരുന്നത്? കണ്ടതും കേട്ടതും വിശ്വസിക്കണമെന്നാ. അങ്ങനെ ഉണ്ടോ? മീക്കായിലിനെ വിളിച്ചാ വന്നോ? എന്നാ അതും വിശ്വസിക്കുക. അങ്ങനെ മീക്കായിൽ വരുമോ? അങ്ങനെ മീക്കായിലോട് ചോദിക്കാൻ പറ്റുമോ? ചിന്തിക്കൂല. അതാ ഖുറാഫി. കണ്ടതും കേട്ടോ വിശ്വസിക്കണോ? കെട്ടുകഥകളിൽ വിശ്വസിക്കുന്നവൻ. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മഴക്ക് ബുദ്ധിമുട്ടുണ്ടായി. റസൂലുള്ളാഹിനോട് എന്നിട്ട് സഹാബത്ത് റസൂൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അവിടുന്ന് കക്ഷം കാണുമാറി എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ആഴ്ച ഖുത്ബ നടത്തുമ്പോൾ, നബിയേ, മഴ കൊണ്ട് ബുദ്ധിമുട്ടി, മഴ നിൽക്കാൻ ദുആ ചെയ്യണം. അപ്പോ കായൽപ്പട്ടണത്തെ സാധാരണക്കാർക്ക് അത് കുറച്ച് ബോധമുണ്ട്. ഓല് ഇതൊക്കെ പഠിച്ചോണ്ട് സദഖത്തുല്ലാഹിനോട് പോയിട്ട് നിങ്ങൾ ദ്വാരക്കണം. ദ്വാ ഒന്നും വേണ്ട, നമ്മൾ മീക്കായിലിനെ ഡയറക്റ്റ് വിളിക്കല്ലേ. എന്നിട്ട് മീക്കായിലിനെ വിളിച്ചിട്ട് ഇവർക്ക് മഴ കൊടുക്കൂ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനെക്കാളും വലിയ വലിയാണോ കുതിരപ്പട്ടാണി? തന്നെ ഖുതുബിയത്ത് എന്ന ശിർക്കിന്റെ കൂടാരം എഴുതിയുണ്ടാക്കിയ കായൽപ്പട്ടത്തുകാരൻ സദഖത്തുള്ള, അയാളെ പറ്റി വലിയ റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, ഖുതുബിയത്ത് ഉണ്ടാക്കിയ ആളല്ലേ. 1000 വട്ടം മൊയ്യത്തി ശൈഖിനെ വിളിക്കുക എന്ന ശിർക്ക്, ആ ശിർക്ക് എഴുതി ഉണ്ടാക്കിയ ആളെ റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കുക. എന്നിട്ട് ഞമ്മക്കൊരു കൊട്ടും. ആരാ അവരൊക്കെ? അതൊക്കെ എങ്ങനെയാ ശിർക്കാകണത്? നമ്മളോടൊരു ചോദ്യം. നല്ലല്ലേ യാക്കോബിന്റെ മുമ്പിൽ പോപ്പുലാരിറ്റി കിട്ടുള്ളൂ അല്ലേ? ഖുറാഫാത്തിനെ അരക്കിട്ടുറപ്പിച്ചാല്. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അവർക്ക് മഴ കിട്ടാതായപ്പോ എന്താ ചെയ്തത്? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കൊടും വരൾച്ചയുണ്ടായി. അപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അല്ലാതെ മീക്കായിലിനെ വിളിച്ചിട്ട് മഴ ചോദിക്കുന്ന സംഭവം റസൂലോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആയുസ് നീട്ടാൻ വേണ്ടി മലക്കുൽ മൗത്തിനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങളെ നേതാവ് ഇപ്പൊ മരിച്ചാൽ വലിയ ബുദ്ധിമുട്ടിലാവും, അതുകൊണ്ട് മലക്കുൽ മൗത്ത് ആയുസ് നീട്ടി കൊടുക്കണം. മരിക്കുന്ന കാര്യങ്ങളെ ആളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്തോളിയും. എന്നാ ഈ കേക്ക് എത്ര പെട്ടെന്ന് മരിച്ചേണ്ടിന്നോ? ഇത്ര കാലം ഈ കാന്തപുരത്തിന് ബദലായിട്ട് ഒരാളിങ്ങനെ നിൽക്കൂലഞ്ഞോ? നാട്ടികയൊക്കെ മരിച്ചെങ്ങൾക്ക് എന്ത് ക്ഷീണ?
ആ മലക്കുൽ മൗത്ത് എന്ന് വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നില്ലേ? ഒന്ന് ആയുസ് നിർത്തി കൊടുക്കാം. എവിടേക്കാണ് ഈ കാസിമി ജനങ്ങളെ കൊണ്ടുപോകുന്നത്? ഇയാൾ ഇതൊക്കെ ദൈവബന്ധം പഠിച്ചതാണത്രേ. ഇതാണോ നിങ്ങളെ ഉസ്താദമാര് പഠിപ്പിച്ചത്? ഈ പച്ചയായ ശിർക്ക്. എന്തൊരു ശിർക്കാണ് ഇയാൾ പറയുന്നത്? ഈ ജനങ്ങളിലേക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത സത്യം ബോധ്യപ്പെട്ട നമ്മിൽ നിക്ഷിപ്തമാണ്. വിശ്വാസം നന്നാകാതെ കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും സമുദായത്തെ രക്ഷിക്കാനാണ് ആദ്യമായി പരിശ്രമിച്ചത്. സഹോദരങ്ങളെ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിഷയത്തിൽ എന്തായി? അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. വേറെ അള്ളാഹു അല്ലാത്ത ആരെ മലക്കായാലും ജിന്നായാലും വലിയായാലും ഷെയ്ഖായാലും ഉണ്ടല്ലോ, എന്തൊക്കെ പേരുകളുണ്ടോ ഒക്കെ എടുത്തോളി. അവിടെ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ആരാധനയുടെ വിവിധ രൂപങ്ങളായ പ്രാർത്ഥനയും നേർച്ചയും ബലിയുമെല്ലാം മഹാന്മാരുടെ പേരിൽ അർപ്പിച്ചിരുന്ന ഒരു ജനതയോട് അതെല്ലാം സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം മുഖ്യമായും പ്രബോധനം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? അതിന് പൊന്മള മുസ്യാര മറുപടി അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാന സുന്നികൾ നുസ്രത്തുൽ അനാം 93 ഒക്ടോബറിൽ എഴുതിയത് എന്താ? സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പാപമോ അല്ല. അപ്പോൾ ഖബർ സിയാറത്തിന് പോണെന്തിനാ? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, പരലോകത്തെ കുറിച്ച് ഓർക്കാനല്ല, അവരോട് പ്രാർത്ഥിക്കാനാണ്. ഇതാണ് മുജാഹിദും സുന്നിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്കം. പിന്നെ അള്ളാഹുവിന്റെ സിഫത്ത് എന്താ? അവന്റെ വിശേഷണം. അള്ളാഹുവിന്റെ വിശേഷണം പോലെ സൃഷ്ടികൾക്കാർക്കെങ്കിലും വിശേഷണം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകും അല്ലേ? ഇപ്പൊ മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ആള്, അയാളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങളിപ്പോ ഈ ചെറുപ്പറമ്പെന്ന് വിളിച്ചാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ജീലാനി കേൾക്കുവോ? കേൾക്കും. എന്താ? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാതെ തീരം ചെയ്യും ഞാൻ എന്തോന്ന് മൊയ്തിമാലയിലുണ്ട്. അപ്പൊ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും അതൊക്കെ കേൾക്കാനുള്ള കഴിവ് അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. ആ കഴിവ് മുഹ്യിദ്ദീൻ ശൈഖിന് വകവെച്ചു കൊടുത്തു. ആ സിഫത്ത് നേരെ ഇങ്ങോട്ട് വകവെച്ചു കൊടുത്തു. പിന്നെയോ കേട്ടാ മാത്രം പോരാ, വിളിക്കണോനെ കാണണ്ടേ? കാണുവോ? കാണും. ഓർക്ക് എല്ലാ ദുനിയാവിന്റെ എല്ലാ ഭാഗത്തുള്ള കാഴ്ച അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കാണുന്നവൻ എന്ന ആ സിഫത്തും ചാർത്തി കൊടുത്തു. പിന്നെ എല്ലാം അറിയുന്നവൻ, വിളിക്കുന്നവന്റെ മനോഗതം അറിയണ്ടേ? അവന്റെ പ്രയാസം എന്താ, ബുദ്ധിമുട്ടെന്ന് അറിയണ്ടേ? അതൊക്കെ അറിയും. നിങ്ങളെ വിളിക്ക് ഉത്തരം ചെയ്യോ? ഉത്തരം ചെയ്യും. അപ്പൊ 4 സിഫത്ത്: സമീഅ്, ബസീർ, അലീം, മുജീബ്. 4 സിഫത്തുകൾ നിങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിന് വകവെച്ചു കൊടുത്തു. മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥനയോട് കൂടി. ഇതാണോ ശിർക്ക്? പച്ചയായ ശിർക്ക്. ഇതാണ് മുജാഹിദുകൾ പറഞ്ഞ ശിർക്ക്. ഇത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇയാൾ പറ ജിന്നി ശൈത്താൻ സീർ ചർച്ച വന്നതോട് മുജാഹിദുകളെ തൗഹീദ് പൊളിഞ്ഞു. അതെന്താ? മറഞ്ഞ മാർഗത്തിലൂടെ. മറഞ്ഞ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള മാർഗത്തിലൂടെ മനുഷ്യനെ സഹായിക്കാനോ മനുഷ്യനെ ഉപദ്രവിക്കാനോ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. ഇന്നും അങ്ങനെ തന്നെയാ പറയുന്നത്. അതിൽ യാതൊരു മാറ്റമല്ല. സലൂഹു വലാ തസ്അലു ഗൈറഹു. നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കൂ, അല്ലാഹത്തോട് ചോദിക്കരുത്. ഇസ്തഈനു ബിഹി വലാ തസ്തഈനു ബിഗൈരിഹി. നിങ്ങൾ അള്ളാഹിനോട് സഹായം ചോദിക്കൂ, അല്ലാഹത്തോട് നിങ്ങൾ സഹായം ചോദിക്കരുത്. ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ലാ അഹദൻ മിൻ ഖൽഖില്ലാ. നിനക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ അള്ളാഹിന്റെ പടപ്പുകളിൽ ഒരാളോടും നീ ആവലാതി പറയാൻ പോകരുത്. ഉപകാരം ചെയ്യാനും ഉപദ്രവത്തെ തടുക്കാനും രോഗം വരുത്താനും രോഗമില്ലാതാക്കാനും അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ മുജാഹിദുകളുടെ നിർവചനത്തിന് യാതൊരു കുഴപ്പമില്ല. വാസ്തവത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറയേണ്ടി വന്നെന്തുകൊണ്ടാ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെതിലുള്ള ആയത്തുകൾ ഞങ്ങൾ ഓതിക്കൊടുത്തപ്പോ ഇവർ ജനങ്ങൾക്കിടയിൽ ഒസ്വാസുണ്ടാക്കി. നിങ്ങൾ ഭാര്യയോട് പോയിട്ട് ഇത്തിരി കഞ്ഞി തരുമെന്ന് ചോദിക്കാറില്ലേ? സാധാരണ മനുഷ്യന്മാരോട് ചായ ചോദിക്കും പോലെ, ഉമ്മാനോട് കഞ്ഞി ചോദിക്കും പോലെ, ബാപ്പാനോട് പൈസ ചോദിക്കും പോലെ, സുഹൃത്തിനോട് കടം ചോദിക്കും പോലെ ഔലിയാക്കളുടെ മുമ്പിൽ പോയിട്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞാലും ശിർക്കൊന്നും വരൂല. എത്ര ലളിതമാണ്. ലോകത്ത് ശിർക്കന്നെ ഉണ്ടാവില്ല. നിങ്ങള് ചെരുപ്പ് കുത്തിയുടെ അടുത്ത് പോയി ചെരുപ്പ് നന്നാക്കി തരുമെന്ന് ചോദിക്കാറില്ലേ? പീടികയിൽ പോയി ചായ തരുമെന്ന് ചോദിക്കാറില്ലേ? അതൊക്കെ ശിർക്കാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വന്നു.
അതൊന്നും ശിർക്കാവൂല. കാരണം അത് അയാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കലാണ്. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പരം ചോദിച്ചത് ശിർക്കല്ല. അപ്പൊ സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള മാർഗം അത് സഹായിക്കുന്നതോ സൃഷ്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന മാർഗത്തിലാണ്, അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള മാർഗത്തിലൂടെയല്ല. ഇത് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങൾക്കത് വിശദീകരിക്കേണ്ടി വന്നു. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ എന്റെ കുട്ടിയെ രോഗം മാത്രമേ എന്ന് പറയുന്നതും വൈദ്യൻ ശേഖയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഡോക്ടർ വൈദ്യശാസ്ത്രം പഠിച്ച ആളാണ്, രോഗത്തെക്കുറിച്ചും രോഗലക്ഷണങ്ങളെ കുറിച്ചും ചികിത്സയെക്കുറിച്ച് അറിയുന്ന ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളോട് ചോദിക്കുന്നത്. നേരത്തെ മൊയ്യദ്ദീൻ ശേഖോ നൂറ്റാണ്ടുകൾക്ക് മരിച്ചുപോയ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇവിടുന്ന് വിളിച്ചാൽ അദ്ദേഹത്തെ വിളി കേൾക്കാൻ കഴിയൂല, കേൾക്കും, ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഇത് ഞങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. അത് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. അത് ജനങ്ങൾക്ക് ബോധ്യായി. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ആ ശിർക്ക് വിട്ടിട്ട് തൗഹീദിന്റെ മാർഗത്തിലേക്ക് വന്നു. മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ വയറ്റിപ്പഴപ്പിന്റെ മാർഗമായിരുന്നു ഇസ്ലാം ദീൻ. ഇസ്ലാഹി പ്രസ്ഥാനത്തെ വരവോടുകൂടി ഒരുപാട് മതവാണിഭങ്ങൾ, ഇസ്ലാമിന്റെ പേരിലുള്ള കച്ചവടങ്ങൾ അവസാനിച്ചു. മുസ്ലിയാക്കന്മാർക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടാകും. ഇവിടെയുള്ള ദേശവാസികൾ സത്യം മനസ്സിലാക്കുമെന്ന് കണ്ട പൗരോഹിത്യം ഗുണ്ടകളെ വിട്ട് പരിപാടി കലക്കാൻ ശക്തമായ സ്ഫോടന വസ്തു സ്റ്റേജിന് നേരെ എറിഞ്ഞതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. അപ്പോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ് സുഹൃത്തുക്കളെ അത്. എന്നാൽ ആരാധനാ കർമ്മങ്ങൾ സൃഷ്ടികളിലേക്കും മഖ്ബറുകളിലേക്കും തിരിച്ചുവിടുക വഴി സാമ്പത്തിക നേട്ടവും സ്ഥാനമാനങ്ങളും വാരിക്കൂട്ടിയിരുന്ന ഇരുട്ടിന്റെ ആത്മാക്കളായ പുരോഹിതന്മാർ അടങ്ങിയിരുന്നില്ല. ആക്രമിച്ചും തെറിവിളിച്ചും ഒറ്റപ്പെടുത്തിയും മുജാഹിദ് പണ്ഡിതന്മാരെ അവർ നിരന്തരം വേട്ടയാടി. ഇതുപോലെ തന്നെ തൗഹീദിന്റെ ഗർജനം കേട്ട് സഹിക്കാൻ കഴിയാത്ത ഖുറാഫികൾ മുജാഹിദ് വേദി കയ്യേറുന്ന ദാരുണമായ രംഗം കാണുക. സൂറത്തെ ആൽ ഇംറാനിലെ ആക്രമിച്ചും തെറിവിളിച്ചും ഒറ്റപ്പെടുത്തിയും മുജാഹിദ് പണ്ഡിതന്മാരെ അവർ നിരന്തരം വേട്ടയാടി. മുജാഹിദുകളെ, നിങ്ങൾ കസേരയിലേക്ക് ഇരിക്കുക. നമ്മുടെ ഈ നാടിന്റെ സുരക്ഷിതത്വത്തിന് ഭംഗം വരുത്തുന്നവരല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനം, വഴിയൊരിക്കലും മുടക്കാത്ത പ്രസ്ഥാനം, ഹക്കിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം, ത്യാഗം സഹിച്ച പ്രസ്ഥാനം, തീച്ചൂളയിൽ വളർന്ന പ്രസ്ഥാനം, കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വിമോചനത്തിന്റെ ശബ്ദം പറഞ്ഞു കൊടുത്ത പ്രസ്ഥാനം. പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്കല്ലാതെ ഒരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അമ്പിയാക്കൾ ഏറ്റുവാങ്ങിയ അതേ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് പീഡനമില്ലാതെ, ത്യാഗമില്ലാതെ, അമ്പിയാക്കൾ ഏറ്റുവാങ്ങിയ പ്രശ്നമില്ലാതെ എത്രയെത്ര സ്റ്റേജുകളാണ് കയ്യേറിയത്, എത്രയെത്ര കൂക്കുവിളികളാണ് ഉണ്ടായത്, എത്ര അമ്പിയാക്കളെയാണ് അവർ കൊന്നത്, എത്ര നബിമാരുടെ ചരിത്രമാണ് ഓർക്കുന്നത്. ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചില്ലേ? ഖബ്ബാബിനെ പീഡിപ്പിച്ചില്ലേ? ഖബ്ബാബിനെ ക്രൂശിച്ചില്ലേ? ഒരൊറ്റക്കാര്യം പറഞ്ഞതിന്റെ പേരിൽ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലൂ. നൂഹ് നബിയുടെ മകൻ ബാപ്പാനെ എതിർത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. മുൾക്കിരീടം ഏറ്റുവാങ്ങിയ ചരിത്രം. നല്ലതല്ലാത്ത ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. പൂന്തറയുടെ ചരിത്രത്തിൽ, ഈ എപ്സൻലോക്കിന്റെ ചരിത്രത്തിൽ ജനമനസ്സുകളിൽ ചിന്തയുടെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രഭാഷണമായി ഇത് മാറി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. എത്ര പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, എത്ര പ്രസംഗങ്ങൾ ആളുകൾ കേട്ടിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, CPM ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, BJP ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു ടീമിന് പറ്റാത്തത് മറ്റേ ടീമും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ആരും സ്റ്റേജ് കയ്യേറിയിട്ടില്ല. എന്റെ ബഹുമാനരായ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാത്ത, ഈ രാജ്യത്തിന്റെ സ്വസ്ഥതക്ക് ഭംഗം വരാത്ത ഒരവസ്ഥാവിശേഷത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി പഠിപ്പിച്ച അതേ ദീനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഹക്കും ബാത്തിലും വേർതിരിച്ച് നല്ലതിനു വേണ്ടി ജീവിക്കാൻ നിങ്ങൾ ഒളിഞ്ഞിരുന്നോ, ദൂരെ നിന്നോ, കടത്തിണ്ണകളിൽ നിന്നോ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കണം. നമുക്ക് മരിച്ചു പോകേണ്ടതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് തീർച്ചയായും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്
എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുന്നതാണ്. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുന്നതാണ്. അവിടെ അതാ ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ അവരാണ് വിജയിച്ചവർ. കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. സഹോദരങ്ങളെ, ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശപൂർവ്വം വന്ന ആളുകൾ കല്ലേറ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തകർ പ്രകോപിതരാകരുത്. സമാധാനപൂർവ്വം ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ ആളുകളും അവരവരുടെ സീറ്റിലിരിക്കുക. ഈ പരിപാടി കേൾക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ മുഴുവൻ പ്രവർത്തകരും തങ്ങളുടെ സീറ്റിലിരിക്കുക. ഇരുട്ടിന്റെ ശക്തികൾക്ക് ആവശ്യം തൗഹീദിനെ തടയിടലാണ്. അതിന് നാം ഒരിക്കലും വടിയാകാതിരിക്കുക. നമ്മുടെ പ്രവർത്തകർ കസേരയിട്ട് അവിടെ ഇരിക്കുക. കസേര തലയിൽ വെച്ച ആളുകൾ അത് വെച്ച് താഴെ ഇരിക്കുക. സുഹൃത്തുക്കളെ, പെർമിഷൻ എടുത്ത് ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത് കുറച്ച് വെള്ളം കുടിക്കും. സുഹൃത്തുക്കളെ, ആദർശ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പെർമിഷൻ എടുത്ത് നിയമപാലകരുടെ സംരക്ഷണത്തിൽ പരിപാടി നടത്താനാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ കല്ലേറ് നടത്തിക്കൊണ്ടും ആളുകളെ ആക്രമിച്ചുകൊണ്ടും ഇതിനെ നേരിടുക എന്നതാണ് നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, ബിദ്അത്ത് ശിർക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നാം പലവട്ടം കണ്ടതാണ്. ഇവർ മുഖാമുഖം നടത്തുന്നത് നമ്മൾ മാന്യന്മാരായതുകൊണ്ടാണ്. നമ്മൾ അവരെ മുഖാമുഖത്തിൽ കല്ലെറിയാനോ മുഖാമുഖം മലങ്കോളപ്പെടുത്താനോ പോകാത്തത് കൊണ്ടാണ് ഇവർ മുഖാമുഖം നടത്തുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖാമുഖം കൊണ്ട് മറുപടി പറയാൻ സാധിക്കുമോ? മുഖാമുഖത്തിന് മുഖാമുഖമല്ലാതെ മറുപടിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇളക്കിവിട്ട് നിങ്ങൾക്ക് എന്താ മുഖാമുഖം നടത്തിക്കൂടെ എന്ന് ആളുകൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ മുഖാമുഖം പരിപാടിക്ക് നിർബന്ധിക്കപ്പെടാറുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങൾ മുഖാമുഖം നടത്തുമ്പോൾ അതിനെ അലങ്കോലപ്പെടുത്തുവാനും ആക്രമിക്കുവാനുമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ. മുജാഹിദുകളെ, ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കാത്തവരാൾ. നമ്മൾ ആരുടെ സ്റ്റേജും കയ്യേറാറില്ല. നമ്മൾ ആരുടെ പ്രസംഗവും കൊളാക്കാറില്ല. നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓരോ പൗരന് നൽകിയ മൗലിക അവകാശമാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ മാത്രം എന്തേ ഇത് RSS ഇവിടെ പ്രസംഗിക്കുന്നില്ലേ? BJP ഇവിടെ പ്രസംഗിക്കുന്നില്ലേ? ഇവിടെ നിരീശ്വരവാദികൾ പ്രസംഗിക്കുന്നില്ലേ? അല്ല ഇല്ലെന്ന് പറയുന്നവർ പ്രസംഗിക്കുമ്പോ ഏത് സുന്നീനി സ്റ്റേജ് കയ്യേറിയിട്ടുണ്ട്? അള്ളാഹുവിന്റെ എതിരെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സമൂഹം ഇവിടെ ജീവിക്കുമ്പോ ഏത് സ്റ്റേജിൽ നീ കയ്യേറിയിട്ടുണ്ട്? അള്ളാഹുവിനോടാണോ നിന്റെ വിരോധം? ഇസ്ലാമിനോടാണോ നിന്റെ വിരോധം? ആയത്തുകൾ ഉദ്ധരിച്ചില്ലേ? അധ്യായ നമ്പർ പറഞ്ഞില്ലേ? വചന നമ്പർ പറഞ്ഞില്ലേ? സഹീഹ് മുസ്ലിം ഉദ്ധരിച്ചില്ലേ? തെളിവല്ലയോ പറഞ്ഞത്? അല്ലും ഉദ്ധരിച്ചില്ലേ? ഗ്രന്ഥങ്ങൾ എത്രയാ ഉദ്ധരിച്ചത്? ഫത്വൽ മുഈൻ ഉദ്ധരിച്ചില്ലേ? ഇത് തെളിവല്ലയോ? ഇത് ചരിത്രമല്ലയോ? ഇത് വിപ്ലവമല്ലയോ? ഇത് ഖുർആനല്ലയോ? വേറെ എന്താണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുക, മുജാഹിദ് പ്രസ്ഥാനത്തെ പഠിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയാൻ നിങ്ങൾ ശ്രമിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പ്രയാസമുണ്ടാക്കുന്നുണ്ടാവാം നമ്മുടെ പ്രസംഗം. അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നാടിന്റെ നന്മയ്ക്കും വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പേടികൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല. ഭീതി കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല. പോലീസുകാർക്ക് മുജാഹിദ് പ്രസ്ഥാനം ഒരു തലവേദനയാകരുത് എന്നതുകൊണ്ടാണ്, നിയമപാലകർക്ക് ഒരു തടസ്സമുണ്ടാകരുതെന്നുകൊണ്ടാണ്, ഇന്ത്യൻ രാജ്യത്തിന്റെ നിയമം പാലിക്കുന്നത് കൊണ്ടാണ്,
വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന അള്ളാഹുവിന്റെ വാക്കോർത്തിട്ടാണ്, മരണാനന്തര ജീവിതമുണ്ടെന്നോർത്തിട്ടാണ്, നരകത്തിലിരിക്കാൻ തീരെ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, സ്വർഗത്തിലെത്തണമെന്ന താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പൂന്തറയിലെ SM ബ്ലോക്കിലെ വിശ്വാസികളായ മുസ്ലിങ്ങളെ, എന്റെ സ്റ്റേജ് കയ്യേറാൻ വന്നവൻ കള്ളു കുടിച്ചവനാ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ, ഇവനെന്ത് ഇസ്ലാമിന്റെ സ്പിരിറ്റാ? ഹറാമായ കള്ളു കുടിച്ചിട്ട് സ്റ്റേജ് കയ്യേറാൻ അവനെ പറഞ്ഞേച്ച പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങളും വരും പരലോകത്ത്. നമുക്ക് അവിടെ വെച്ച് കാണാം. ഈ രാജ്യത്തിന്റെ മുഴുവൻ നിയമങ്ങളെയും പാലിക്കുന്ന ഇന്നുവരെ ഒരു മുജാഹിദിനെ തീവ്രവാദിയായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഭീകരവാദത്തിനും ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരൊറ്റ പ്രവർത്തകനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയങ്കരരെ, ഇന്ന് ഉറങ്ങരുതേ. ഉറങ്ങാതെ കിടന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഇന്നെങ്ങാനും മരിച്ചു പോയാൽ ഈ അക്രമം ചെയ്തവനെ നിന്നോട് വിരോധമില്ല, നിന്നോട് കോപമില്ല. കാരണം അല്ലാഹുമ്മ ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ എന്ന് തായിഫ് എന്ന് പ്രാർത്ഥിച്ച അല്ലാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്യുന്ന സലഫി പ്രസ്ഥാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ മൈക്ക് പിടിച്ചവനെ, ആയത്തും ഹദീസും ഉദ്ധരിച്ചതിനെ ആക്രമിച്ചവനെ, നിനക്ക് പരലോകത്ത് അല്ലാഹു ശിക്ഷ തരാതെ നിനക്ക് പുറത്തു തരട്ടെ, നിനക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല. മുജാഹിദ് പണ്ഡിതന്മാരുടെ വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ചും വരികൾ വളച്ചൊടിച്ചും പ്രസ്ഥാന നേതാക്കളുടെ പേരിൽ ശിർക്കാരോപണം വ്യാപകമായി തുടർന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പമുണ്ടല്ലോ അബ്ദുറഹ്മാൻ സലഫി, ഈ പ്രസ്ഥാനത്തെ പുലർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച, ഒറ്റക്കിരിക്കാൻ അരമണിക്കൂർ ഒറ്റക്കിരിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം അത് അരമണിക്കൂർ ഒറ്റയ്ക്കുന്ന സ്വന്തം ദേഹത്തെ പുലർത്തും. ഇപ്പോൾ നിങ്ങളുടെ സംഘടനയെ പുലർത്താൻ കൊണ്ടും ഗൾഫിൽ ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സുഹൃത്ത് പോലും ശിർക്കിലേക്ക് പോകുന്ന വാദങ്ങളും പ്രസംഗങ്ങളുമായി സമൂഹത്തിൽ ഇറങ്ങിയിരിക്കുകയാണെന്ന്. എവിടെയാണ് ഇറങ്ങിയത്? ശിർക്കിനെതിരെ തൗഹീദിന്റെ സന്ദേശം, യഥാർത്ഥ വിശ്വാസത്തിന്റെ സന്ദേശം, ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുൻഗാമികളായ മഹാരഥന്മാരായ ആളുകൾ അവരുടെ ചോരയും നീരും ഒഴുക്കി പടുത്തുയർത്തിയ ജാമിഅ നബവിയയിൽ സമ്മേളനം നടത്തിയിട്ട് അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കുന്നത് ശിർക്കൻ വിശ്വാസങ്ങൾ സമൂഹത്തിൽ ഊട്ടുറപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. ഞാനിത് വെറുതെ പറയുകയല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി അല്ലാഹു അല്ലാത്തവർ നമ്മെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ പഠിപ്പിച്ചത്. എന്നാൽ ഇന്ന് അബ്ദുറഹ്മാൻ സലഫി വാദിക്കുന്നത് കഴിവുണ്ടോ ഇല്ലേ എന്നതിലല്ല പ്രശ്നം. കഴിവുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി വൈബിയായി മറഞ്ഞ മാർഗത്തിലൂടെ അല്ലാഹു അല്ലാത്തവർ നമ്മെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ എന്ന് അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഇവിടുത്തെ പ്രശ്നം അതല്ല, ഷിർക്കിലേക്ക് പോകുന്ന പ്രശ്നം അതൊന്നുമല്ല. എന്താ സഹായിക്കുമെന്ന് കരുതിയിട്ട് ഇപ്പം മലക്ക് ജിബ്രീലാണ് വഹയുമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ മഴ, വെള്ളം ഇതുകൊണ്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. റൂഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്തുണ്ട്. മലക്കുൽ മൗത്തെ എന്റെ റൂഹ് പിടിക്കണേ, അല്ലെങ്കിൽ എന്റെ റൂഹ് പിടിക്കരുത് എന്ന് മലക്കുൽ മൗത്തിനോട് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈ മലക്കിന് പടച്ചോന്റെ കൽപ്പന പ്രകാരം റൂഹ് പിടിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. മഴ ഇറക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. മനുഷ്യന്റെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കപ്പെട്ട ഹഫളത്ത്, അതെ, സംരക്ഷിക്കുന്ന മലക്കുകൾ ഉണ്ട് എന്ന് വ്യക്തമായി ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിന് ആ മലക്കുകൾ സംരക്ഷിക്കുമെന്ന് കരുതി മലക്കുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അതാണ് ശിർക്കാകുന്നത്. കഴിവ് ഉണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം, നേരെ മറിച്ച് വിളിച്ചു പ്രാർത്ഥിക്കാമോ പാടില്ലേ എന്നുള്ളതാണ് പ്രശ്നം. അവ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്ന് വിശ്വസിച്ച് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശിർക്കിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രസംഗം. അതിൽ അദ്ദേഹം ഉന്നയിച്ച വാദം കൃത്യമായി പരിശുദ്ധ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമാണ്. വിശ്വസിച്ച് വിളിച്ചു പ്രാർത്ഥിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി
വൈബിയായി പടച്ചവനല്ലാത്ത ആർക്കെങ്കിലും നമ്മെ സഹായിക്കാനോ രക്ഷിക്കുവാനോ ശിക്ഷിക്കുവാനോ സാധിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്ക്. രണ്ടും ശിർക്കാണ് കൂട്ടരെ. ഈ വ്യാജ ആരോപണത്തിന് മുജാഹിദ് പണ്ഡിതന്മാർ അന്നു തന്നെ മറുപടി കൊടുത്തു. അഭൗതികമായ നിലക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ണ് കാണാത്ത നിലക്കുന്ന കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നമ്മളെ ഉപദ്രവിക്കാൻ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. ഈ ലോകത്ത് എന്തൊരു സംഗതി നടന്നാലും അതിന്റെ പിന്നിലൊരു ഭൗതിക കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരു കാരണവും കാണാത്ത നിലക്കുള്ള ഉപദ്രവമോ സഹായമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നാണ്. അതാണ് അഭൗതിക നിർണാർത്ഥം. സബബ് മുസബബാത്തിന് അപ്പുറത്തുള്ളത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത്. അദൃശ്യം എന്ന വാക്ക്, മറഞ്ഞ മാർഗം എന്ന വാക്ക് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അതാ പോടത്തെ പ്രശ്നം. വേറൊരു പ്രശ്നവും പെടില്ല. അഭൗതികം, അദൃശ്യമാർഗം, മറഞ്ഞ മാർഗം എന്നൊക്കെ പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള മാർഗം എന്നാണ്. ആ നിലയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ജിന്നിനും സാധിക്കൂല, മലക്കിനും സാധിക്കൂല, മഹാത്മാക്കൾക്കും സാധിക്കൂല, അർവാഹികൾക്കും സാധിക്കൂല, ഒരു സൃഷ്ടിക്കും സാധിക്കൂല. ഇതാണ് അഭൗതികമായ നിലക്ക് പേടിക്കുക, അഭൗതികമായ നിലക്ക് പ്രതീക്ഷ അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച കാര്യകാരണങ്ങളുടെ പരിധിയിൽപ്പെട്ട ഉപദ്രവം തന്നെയാണ് ശൈത്താന്റെ ഉപദ്രവം. ശൈത്താൻ നമ്മളെ ഉപദ്രവിക്കുന്നത് അള്ളാഹു അവനെ ഉപദ്രവ കാരണമായി നിശ്ചയിച്ചത് കൊണ്ടാണ്. മലക്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചതാണ്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ കണ്ണ് കാണുന്നില്ല എന്ന് മാത്രം. അദൃശ്യമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്നാണ്. എങ്കിൽ ഒന്നാമത്തെ മുശ്രിക് അബ്ദുസലാം സുലമി. അദൃശ്യ ജീവിയാണ് മലക്ക്, ജിന്ന്, പിശാച്ച്. ആ അദൃശ്യ ജീവികൾ നമ്മളുമായിട്ടുള്ള വലിയ ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ബന്ധം എന്താണ്? ഒന്ന്, മലക്കുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട്, നമുക്ക് എതിർക്കാൻ പറ്റൂല. ഖുർആൻ വ്യക്തമായി പറഞ്ഞ നമ്മുടെ നന്മ തിന്മകൾ എഴുതി വെക്കുക. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. ചിലപ്പോൾ അപകടത്തിൽ നിന്ന് പടച്ചോൻ പറഞ്ഞ് അപകടത്തിൽ നിന്നൊക്കെ മലക്ക് നമ്മളെ രക്ഷപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ വിശ്വസിച്ച മാതിരി മഴ പെയ്ക്കണ പിന്നിൽ മലക്കുണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇത് ഞാനായിരുന്നു പറഞ്ഞെങ്കിൽ ഇവിടെ വിപ്ലവം ഉണ്ടായി. അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും പ്രബോധകരോ പ്രസംഗകരോ അതല്ലെങ്കിൽ തലമുതിർന്ന പണ്ഡിതന്മാരാണ് ഇത് പറഞ്ഞതെങ്കിൽ പിന്നെ ഇത് മതി. 4 CD 10 CD കുറെ പരിപാടികൾ നടത്താൻ ഇത് മാത്രം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, എന്റെ വകയല്ല, അബ്ദുസലാം സുലമിയുടെ വാക്കാണ്. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പല വിപത്തുകളിൽ നിന്നും മലക്കുകൾ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. ഈ കാരണത്താൽ മലക്കുകളെ വിളിച്ചു തേടുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ആരെ പറഞ്ഞു ഈ കാരണത്താൽ മലക്കുകളെ വിളിച്ചു തേടാം എന്ന്? ഇവിടെ ഇസ്ലാം ജിന്നിനെ വിളിച്ചു തേടാൻ വേണ്ടി മുജാഹിദ് പക്ഷത്തുള്ള പണ്ഡിതന്മാരും പ്രബോധകന്മാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നുണപ്രചാരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്ന് ഇസ്ലാം ജിന്നിനെ വിളിച്ചു തേടാൻ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മുജാഹിദുകളുടെ കൂട്ടത്തിലെ ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ എന്ന്. അതിന്റെ അർത്ഥം അദൃശ്യമായ രീതിയിൽ, നാം കാണാത്ത രീതിയിൽ ഒരു സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുമ്പോഴേക്കും ശിർക്കാകുമെന്നാണോ? അല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ CP ഉമർ സലീം പറഞ്ഞ വാചകം നമ്മൾ ഒന്നുകൂടി വായിക്കുക. അദൃശ്യമാർഗത്തിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പിശാചിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. ഞാനിവിടെ അബ്ദുസലാം സുലമിയുടെ വാക്ക് ഒന്നുകൂടി വായിക്കട്ടെ. ഇവിടെ മലക്കുകളും ഉദ്ദേശിക്കുന്നു. അള്ളാഹു മനുഷ്യന് വേണ്ടി ഏർപ്പെടുത്തിയ രക്ഷാ നടപടികൾ വിവരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പല വിപത്തുകളിൽ നിന്നും മലക്കുകൾ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, പിശാച് അഭൗതിക മാർഗത്തിൽ അദൃശ്യ മാർഗത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ ശിർക്കാവുള്ളൂ? ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലക്ക് അദൃശ്യ മാർഗത്തിൽ സഹായിച്ചാൽ ശിർക്കാവുകയില്ല? പിശാച് അദൃശ്യ മാർഗത്തിൽ സഹായിച്ചാൽ ശിർക്കാകും. ഇനി ഒരു വരുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർ വിശദീകരിക്കട്ടെ ആ കാര്യം, എന്താണ് അതിന്റെ മാനദണ്ഡമെന്ന്. നമ്മൾ പറയുന്നു, അദൃശ്യമായ മാർഗത്തിൽ പിശാചിനോട് സഹായം തേടിയാലും ശിർക്കാണ്. അതേപോലെ തന്നെ അഭൗതികമായ മാർഗത്തിൽ സഹായം കിട്ടുമെന്ന് കരുതി മലക്കുകളോട് സഹായം തേടിയാലും ശിർക്കാണ്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചെളിക്കുണ്ടിൽ ആഴ്ന്നിറങ്ങിയിരുന്ന കേരള മുസ്ലിങ്ങളുടെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രം നിഷ്പക്ഷരായ പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളെന്നും പറഞ്ഞിട്ടാ പല ആളുകളും പോണത്. രോഗം വരുമ്പോ പിശാച് നമ്മളെ നല്ലോണം ഉപയോഗപ്പെടുത്തും അല്ലേ? ഒരു ഡോക്ടറെ അടുത്ത് പോയി, മറ്റേ ഡോക്ടറെ അടുത്ത് പോയി, 3-4 ഡോക്ടറെ അടുത്ത് പോയിട്ടൊന്നും മാറുന്നില്ല. കാരണം വൈദ്യശാസ്ത്രം പുരോഗമിച്ച് തുമ്പില്ലാതായ മാതിരിയപ്പുള്ളത്. ഇനിയിപ്പോ ഓരോ ബെർലിനും സ്പെഷ്യലിസ്റ്റ് വരേണ്ട സ്ഥിതിയാ. ENTന്റെ അടുത്ത് ചെന്ന ഓന് കജിനെയും കാലിനെയും പറ്റി ഒന്നും തിരിയാത്ത സ്ഥിതിയാ. എല്ലിന്റെ ഡോക്ടറെ അടുത്ത് ചെന്ന ഓന് ഹർട്ടിനെ പറ്റി തിരിയൂല. കാരണം ഓരോ വിജ്ഞാന ശാഖയും വിപുലീകരിച്ച് ഇങ്ങനെ പോവാണ്.
സ്വാഭാവികമായും ചിലപ്പോൾ രോഗം കണ്ടെത്താൻ 3 or 4 ഡോക്ടറെ സമീപിക്കേണ്ടി വരും. പല ടെസ്റ്റുകളും നടത്തേണ്ടി വരും. 10 ഡോക്ടർക്ക് കാണാൻ പറ്റാത്ത 11ാമത്തെ ഡോക്ടർ കണ്ടെന്ന് വരും. അങ്ങനെയൊക്കെ ഏതറ്റം വരെ നമ്മൾ പോകണം, ചികിത്സിക്കണം. തദാവൂ, നിങ്ങൾ ചികിത്സിക്കൂ. ഒരു രോഗം അല്ലാഹു ഇറക്കിയിട്ടുണ്ടോ, അതിനൊരു മരുന്നും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്, ഒരു ഔഷധം ഇറക്കിയിട്ടുണ്ട്. അതിന് മരുന്നില്ല, അതിന് മരുന്നില്ല. മരുന്നില്ല നിങ്ങൾ പറയണ്ട, നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മരുന്നുണ്ട് എന്ന് റസൂലാ പറയണേ. എല്ലാത്തിനും മരുന്നുണ്ട്. ജഹിലഹു അലിമഹു മൻ അലിമഹു ജഹിലഹു മൻ ജഹിലഹു. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിയാതെ പോയി എന്നാ ഹദീസിന്റെ ബാക്കി. അതുകൊണ്ട് രോഗം വന്നാൽ ചികിത്സിക്കണം, മരുന്ന് ഉപയോഗിക്കണം. വലാ തഖ്നാഉ ബിൽ ഹറാം, ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. നിങ്ങൾക്കൊരു ചികിത്സ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു 50 മില്ലി പട്ടച്ചായം രാവിലെ അടിച്ച നിങ്ങളെ അസുഖം മാറും. ആരോടും പറയണ്ട. പറ്റുമോ? പറ്റൂല. വേറെ ചില ആൾ പറയും നിങ്ങൾ കൃത്യമായി സംഗീതം കേട്ടാൽ മതി, നിങ്ങളെ മനസ്സിന് സ്വസ്ഥത കിട്ടും. കേൾക്കാൻ പറ്റുമോ? ഹറാം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല, ഹറാം ചികിത്സിക്കാനുള്ള നിർദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ഘട്ടങ്ങളിൽ പിശാചി നമ്മളെ സമീപിക്കും. അവിടെ നിന്ന് പോയോക്ക്, ഇവിടെ നിന്ന് പോയോക്ക്. അപ്പൊ ഇരുകാലി പിശാചുക്കളും വരും. എന്റെ സലഫി മുജാഹിദും പറഞ്ഞാലേ കുട്ടിനെ കറുത്ത കണ്ടോ എന്ന് പറയും. പെണ്ണുങ്ങൾ ഇങ്ങനെ മന്ത്രിക്കും, കാരണം അധികവും മറ്റേന്ന് കെട്ടിക്കൊടുന്നാവും സ്ത്രീധനം വാങ്ങാൻ സൗകര്യത്തിന്. അപ്പൊ ഓളെങ്ങനെ തലയണമണ്ടം, മനുഷ്യ നിങ്ങളെ സലഫിയും മുജാഹിദും പറഞ്ഞാൽ നമ്മളെ കുട്ടിന്റെ കാര്യം കേട്ടോ. ഓളൊരു കരച്ചിലും അതിലിപ്പം വീണ് നെജ്ജു എന്റെ ആങ്ങളെയും കൊണ്ടേക്ക് ആരും അറിയണ്ട. അങ്ങനെ തലയിൽ മുണ്ടിട്ടിട്ട് മെല്ലെ പോകുക. കണ്ടോ? ഓൻ കെട്ടിയപ്പോ എന്താ പറഞ്ഞേ, ഞാൻ കെട്ടിക്കൊണ്ടൊന്ന് നന്നാക്കല്ലേ. ഇപ്പൊ ആരാ നന്നായത്? മൂപ്പര് നന്നായി, ഓള് നന്നായില്ല. കണ്ടോ? എത്ര ആളുകളുണ്ട് എന്നറിയോ അറിയാതെ ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുന്നത്. അവർക്ക് എന്താണ് ഇസ്ലാമിന്റെ ചികിത്സ എന്ന് അറിഞ്ഞുകൂടാ. ഇസ്ലാമിന്റെ ചികിത്സ മരുന്നുകൊണ്ടുള്ള ചികിത്സ, അതോടൊപ്പം ആത്മീയ ചികിത്സ ഇല്ലേ? ഉണ്ട്. എന്താ ആത്മീയ ചികിത്സ? എന്നാ പ്രാർത്ഥിക്കുക, അള്ളഹാനോട് പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, ഓതാൻ വയ്യാത്ത ആൾക്ക് ഓതി കേൾപ്പിക്കുക. അതിന് പ്രത്യേക കേന്ദ്രം ആളൊന്നും വേണ്ട, നമ്മൾ സ്വന്തമായി പഠിച്ചാൽ മതി. പഠിച്ച ഒരാളോട് നമുക്ക് പഠിപ്പിച്ചു തരാൻ പറഞ്ഞാൽ മതി. അതങ്ങനെ ചെയ്തോ. ഏത് ഭൗതിക ചികിത്സയോടൊപ്പവും ഈ ആത്മീയ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ പ്രത്യേക സിദ്ധ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ പോയിട്ട് അവിടുന്ന് കൊടുക്കുന്ന ഏലസും അവിടുന്ന് കൊടുക്കുന്ന ഉറുക്കും അവിടുന്ന് കൊടുക്കുന്ന പൊടിയും അവിടുന്ന് കൊടുക്കുന്ന തകിടൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത്. പല ആളുകളും ജീവിക്കുന്ന ഈ കണ്ടൻസർ അരയിലുണ്ടാവും. ഇപ്പൊ ആരും ഇങ്ങനെ പൊതുവായിട്ട് കുളിക്കാനൊന്നും പോകാത്തതുകൊണ്ട് ആർക്കും അറിയില്ല. കണ്ടൻസറിനെ ജീവിക്കുന്ന പല ആളുകളും ഉള്ളിന്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെയേറെ ഭയപ്പെടണം. ശിർക്കിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളായതൊക്കെ. ഏലസ്, ഉറുക്ക്, ഐക്കല്ല് പോലത്തതൊക്കെ ഉണ്ടല്ലോ, ശിർക്കിൻ്റെതാണ്. അതൊരിക്കലും തന്നെ ഒരു മുസ്ലിമിന് പറ്റിയതല്ല. അതുകൊണ്ട് നമ്മൾ ചികിത്സിക്കണം. രോഗം വന്നാൽ പിശാച് നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. അതുവരെ തൗഹീദിൽ ജീവിച്ചാല് അവസാനം ഒരു കുട്ടിക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി വരുമ്പോഴേക്ക് അതുവരെയുള്ള തൗഹീദ് മുഴുവൻ നഷ്ടപ്പെടുത്തി ശിർക്കിലായി മരിച്ചു പോകുന്നു. അയാൾ 50 കൊല്ലം തൗഹീദിൽ ജീവിച്ചത് വെള്ളത്തിലായി. മാനസിക രോഗങ്ങൾ വരുമ്പോ നേരെ പോകും അങ്ങോട്ട്. കാരണം എന്താ? ആളുകൾ പിന്നാലെ കൂടും. ഇങ്ങനെ നിന്നാ കുട്ടിക്ക് രോഗം മാറൂലട്ടോ, അവിടെ പോണം ഇവിടെ പോണം. ഒന്നും ചെയ്യണ്ട, ആ തലേൻ്റെ വീട്ടിൽ ഒന്ന് വെച്ചാൽ മാത്രം മതിയായി. ഒരു സാധനം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതങ്ങനെ ആ തലേൻ്റെ വീട്ടിൽ വെച്ചാൽ മതിയല്ലോ, വിശ്വാസായില്ലേ? ഇതുപോലെ എത്ര കാര്യങ്ങൾ. അതുമാണ് നമ്മുടെ സമൂഹം ഇന്ന് വഴിതെറ്റിപ്പോകാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. വിശ്വാസപരമായി അങ്ങേയറ്റം വഴിപിഴയ്ക്കുകയും കർമ്മങ്ങളിൽ നിന്നും അകലേക്ക് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്ന ആ സമൂഹത്തെ ഏകദൈവാരാധനയുടെ നൂലിൽ ഒരുമിപ്പിക്കാനും വിശ്വാസത്തിന്റെ ഉന്നതിയിലേക്കും കർമ്മങ്ങളുടെ പവിത്രതയിലേക്കും കൈപിടിച്ചുയർത്തിയതും മുജാഹിദ് പ്രസ്ഥാനമാണ്. വിശ്വാസത്തിന്റെ പേരിലും കർമ്മങ്ങളുടെ പേരിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ കൂപ്പുകുത്തിയപ്പോൾ അന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാര്, പണ്ഡിതന്മാര്, നേതാക്കള് അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ട്, അനാചാരങ്ങൾക്കെതിരിൽ നിരന്തരമായ സമരം ചെയ്തുകൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സമുദായത്തെ മാറ്റിയെടുത്തിട്ടുള്ളത്. എന്നാൽ ആരാധനാ കർമ്മങ്ങൾ സൃഷ്ടികളിലേക്കും മഖ്ബറുകളിലേക്കും തിരിച്ചുവിടുക വഴി സാമ്പത്തിക നേട്ടവും സ്ഥാനമാനങ്ങളും വാരിക്കൂട്ടിയിരുന്ന ഇരുട്ടിന്റെ ആത്മാക്കളായ പുരോഹിതന്മാർ അടങ്ങിയിരുന്നില്ല.
അവർ മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരെ ശിർക്കാരോപണം വ്യാപകമായി തുടർന്നു. ഒരു ഖുറാഫി ഡോക്യുമെന്ററിയിൽ അവർ ഉന്നയിക്കുന്ന ശിർക്കാരോപണം ശ്രദ്ധിക്കുക. എന്നാൽ സക്കരിയ സ്വലാഹി, അബ്ദുറഹ്മാൻ സലഫി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഈ തൗഹീദ് മാറ്റത്തെ അംഗീകരിക്കാനാവില്ലെന്ന് തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് മൗലവി ഗ്രൂപ്പിൽ തന്നെ മറ്റൊരു ചേരി ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ്. കേന്ദ്രം പുറത്തിറക്കിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ കുഞ്ഞീദ് മദനി തൗഹീദിന്റെ താൽപര്യവും വിവക്ഷയുമായി ഏറ്റവും പ്രധാനമായി പറയുന്നത് മനുഷ്യ കഴിവിന് അതീതമായ വിധത്തിൽ രക്ഷാശിക്ഷകളേൽപ്പിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേയുള്ളൂ എന്ന് വിശ്വസിക്കുക എന്നാണ്. മനുഷ്യ കഴിവിന് അതീതമായി ജിന്നുകൾക്കും മലക്കുകൾക്കും പല കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന സക്കരിയ സ്വലാഹിയും അബ്ദുറഹ്മാൻ സലഫിയും അടക്കമുള്ള പണ്ഡിതർ കുഞ്ഞീദ് മദനിയുടെ ഈ തൗഹീദ് അനുസരിച്ച് മുശ്രിക്കുകളാകുന്നു. മനുഷ്യ കഴിവിന് അതീതമായി ജിന്നുകൾക്കും മലക്കുകൾക്കും പല കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന സക്കരിയ സ്വലാഹിയും അബ്ദുറഹ്മാൻ സലഫിയും അടക്കമുള്ള പണ്ഡിതർ കുഞ്ഞീദ് മദനിയുടെ ഈ തൗഹീദ് അനുസരിച്ച് മുശ്രിക്കുകളാകുന്നു. 2007 ഏപ്രിൽ മാസം ഇസ്ലാഹ് മാസികയിൽ പിശാചിന്റെ സഹായവും പ്രാർത്ഥനയുടെ അർത്ഥവും എന്ന ലേഖനത്തിൽ ഇവർ പ്രാർത്ഥനയുടെ പുതിയ നിർവചനം എഴുതുന്നു. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. തൗഹീദിലെ ഈ മാറ്റത്തോടെ വൻ പ്രതിസന്ധിയാണ് മൗലവി വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കും ഇബാദത്തിനും പുത്തൻ നിർവചനങ്ങൾ നൽകി പുതിയ തൗഹീദ് സ്വീകരിച്ച മൗലവി വിഭാഗം തനി ശിർക്കാണ് ചെയ്യുന്നതെന്ന് പഴയ തൗഹീദിൽ പിടിച്ചു നിൽക്കുന്ന മടവൂർ വിഭാഗം തുറന്നടിക്കുന്നു. അലി മദനി മറയൂരിന്റെ പ്രസംഗം കേൾക്കുക. കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് എന്ന്. എന്നിട്ടോ തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റം ചെയ്ത് സൃഷ്ടികളോട് കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന്. എവിടെ നിന്നാണ് ഈ നിർവചനം കിട്ടിയിട്ടുള്ളത്? ഇത്തരം ഖുറാഫി മടവൂരി ആരോപണങ്ങൾക്ക് മുജാഹിദ് വേദികളിൽ നിന്നും മറുപടി കൊടുത്തത് എന്തായിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിൻ്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് അവൻ്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ, ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പോൾ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അത് തന്നെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോൾ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. അതേ ഇസ്ലാഹിൽ തന്നെ ഇവർ എഴുതുന്നു, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ തന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യർ, മലക്ക്, ജിന്ന് ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ
ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയി. ഇത്തരം ഖുറാഫി മടവൂരി ആരോപണങ്ങൾക്ക് മുജാഹിദ് വേദികളിൽ നിന്നും മറുപടി കൊടുത്തത് എന്തായിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാള് മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക, അപ്പൊ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്? അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. അവിടെ ഇപ്പൊ തർക്കിരിക്കുന്നത് ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ ശിർക്കല്ല, നിങ്ങൾ പറയുന്നത് ജിന്നയെ മലക്കയെ സഹായിക്കണേ എന്ന് പറയുന്നത് ശിർക്കല്ല. സുന്നികൾ ഇന്ന് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ റിഫായി ഷെയ്ഖിനോട് സഹായം തേടുമ്പോൾ, ഞങ്ങൾ മമ്പറന്തങ്ങളോട് സഹായം തേടുമ്പോൾ അത് ശിർക്കാണെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നിങ്ങൾക്കില്ലാന്ന് ഹനീഫ കായക്കൊടിയിൽ എഴുത്തിയിട്ടാണ് അഹ്സനിമാർ പറഞ്ഞത്. പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ തൗഹീദില്ല. തൗഹീദിന് വിരുദ്ധമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വം പഠിപ്പിക്കാൻ ഖുർആനിൽ അള്ളാഹു പറയുന്ന ദിവ്യവചനങ്ങൾ പോലും എടുത്തുധരിച്ച് ഷിർക്ക് ന്യായീകരിക്കാൻ തെളിവുദ്ധരിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന പൗരോഹിത്യവർഗം മുജാഹിദ് പണ്ഡിതന്മാരുടെ വാക്കുകളും വരികളും ദുർവ്യാഖ്യാനിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുപോലെ മടവൂരികളുടെ ഖുർആൻ ഹദീസ് നിഷേധ പ്രവണത ജനം തിരിച്ചറിഞ്ഞപ്പോൾ അത് മറച്ചുപിടിക്കാൻ മുജാഹിദുകൾക്കെതിരെ പടച്ചുണ്ടാക്കിയ ഈ ഷിർക്കാരോപണത്തിനും മുജാഹിദ് നേതാക്കൾ അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. കാര്യമായി പറഞ്ഞൊരു ആരോപണം എന്താ? കാര്യമായി പറഞ്ഞ മറ്റൊരാരോപണം അത് മറ്റൊന്നല്ല. എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. തിരുവനന്തപുരത്തൊരു മുഖാമുഖം നടത്തി. അവിടെ ഈ വാദം ഇങ്ങനെ നാടുകളെ പറഞ്ഞു നടക്കുന്ന പലരും ആ സദസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു തെളിവ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞതിന് ഒരു തെളിവിന്റെ അംശം കാണിച്ചു തരാൻ ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാന്ന് പറഞ്ഞു. ഒരുത്തരം കണ്ടില്ല, വായിച്ചില്ല. എന്തേ വായിക്കാത്തത്? വായിക്കട്ടെ, ഇങ്ങനെ നാട്ടുകാരോട് പറയാ. നിങ്ങൾ സക്കരിയയും ടീമും ഔലിയാക്കളെ വിളിക്കുന്നതിന് പകരം ജിന്നുകളെ വിളിക്കുന്നു. ഞങ്ങൾ കാന്തപുരവും ടീമും ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ചു. എവിടെ മൗലവി വ്യത്യാസം? വൈക്കറ്റ് ഇങ്ങനെ നാട്ടുകാരോട് പറയാ. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ തെളിയിക്കാൻ സാധ്യമല്ല. തെളിയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത്. പിന്നെന്താ? പിന്നെ ഒരു ഇസ്ലാം മാസിക ഇങ്ങനെ എടുത്തു കാണിക്കും. 2007 ഏപ്രിൽ പുറത്തിറങ്ങിയ ഇസ്ലാം മാസിക. എന്നിട്ട് ചോദ്യം, ആരാ പോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ
ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് എന്ന്. അൽ ജബ്ബാർ മൗലവി നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കള്ളനായങ്ങൾ പറയുന്ന കള്ളക്കച്ചവടക്കാരൻ നമ്മുടെ നാട്ടിലെ അവര് പറയുന്ന ദുർന്യായങ്ങൾക്ക് മറുപടി പറയുകയാണ്. ആ മറുപടി പറയുന്നതിനിടയിൽ ഒരു വാചകം, ആ വാചകം ഇവർ മുറിച്ചു മാറ്റി. എന്താണ് ആ വാചകം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും റാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അബൗദിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. എടവണ്ണ സുല്ലമിയും ഇക്കാര്യം അംഗീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകുന്നത്. നെല്ലിക്കുത്ത് മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തൗഹീദുൽ സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ സുല്ലമി തന്നെ പറയുന്നത് കാണുക. ഇങ്ങനെ ജബ്ബാർ മൗലവി എഴുതിപ്പോയ ഒരു വാചകം, ആ വാചകത്തെ പിടിച്ചുകൊണ്ടാണ് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു എന്ത്? അതെ, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന്. ആ തെറ്റിദ്ധാരണ ചില ആളുകൾ പടർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ, പലരും അത് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കൃത്യമായി ഇത് ഇസ്ലാഹാണ്, 2008 ജനുവരിയിലെ ഇസ്ലാം. അതിലൊരു ചോദ്യം കൃത്യമായി കൊടുത്തു. എന്താ ചോദ്യം? ചോദ്യം മറ്റൊന്നല്ല, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം. നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചതും അത് തന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ ലക്കത്തിൽ വന്നൊരു ലേഖനത്തിലെ ചില പരാമർശങ്ങൾ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുബൂരി മടവൂരി പ്രഭാഷകരും ലേഖകരും ഉദ്ധരിക്കുന്നു. പ്രസ്തുത ഉദ്ധരണി ചുവടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വായിച്ച ഉദ്ധരണി എടുത്തു കൊടുക്കാൻ. ഇതിനെക്കുറിച്ച് ഇസ്ലാഹിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഷമീർ കുറ്റിപ്പുറം. അതിന് കൃത്യമായി പത്രാധിപർ മറുപടിയും പറഞ്ഞു. എന്താ പത്രാധിപർ മറുപടി? ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. വിജന പ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. കൃത്യമായി 2008 ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ, കാരണം വെച്ചാൽ കണ്ണ് കാണാത്ത ആളുകളാണല്ലോ കൂടുതലും പടവരുടെ കൂട്ടത്തില്, ഓരോ നന്നായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരൽപ്പം വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു. 2008 കഴിഞ്ഞു, 2009 എന്നാലും പഴയ പല്ലവി ഇങ്ങനെ പാടുക. 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് മാസികയിൽ വിവാദ വിധേയമായ ലേഖനം എഴുതിയിട്ടുള്ള ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മൗലവിയുമായി നടത്തിയ ഒരു അഭിമുഖം ശ്രദ്ധിച്ചുകേട്ട് കുബൂരി മടവൂരികൾ നാടുനീളെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോപണത്തിന്റെ യാഥാർത്ഥ്യവും കുബൂരി മടവൂരികളുടെ ആദർശ പാപ്പരത്വവും തിരിച്ചറിയുക. ജിന്നിനോടോ മലക്കിനോടോ പ്രാർത്ഥിക്കാമെന്ന് താങ്കൾക്ക് വാദമുള്ളതായി കേൾക്കുന്നു. സത്യത്തിൽ താങ്കൾക്ക് അത്തരത്തിലൊരു വാദമുണ്ടോ? ജിന്നിനോടും മലക്കിനോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. പലരും ചോദിക്കാതെ ഉദ്ദേശിക്കാതെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരോട് പ്രാർത്ഥിക്കുന്ന ശിഷ്ടാണ്. പിന്നെന്ത് ജിന്ന് സൃഷ്ടിയല്ലേ? ഏത് സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എവിടേക്കും പറഞ്ഞു. എങ്കിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വേറെന്ന് പറയുന്നത് സഹായം ചോദിക്കാമോ? ഞാന് വാസ്തവത്തിൽ അങ്ങനെ ഒരു വിഷയം ജിന്നുകളോട് സഹായം ചോദിക്കണമെന്നോ
ചോദിക്കാമെന്നോ അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് എന്നോ എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതിയത് കാണിച്ചു തരാൻ കഴിയും? അങ്ങനെ സഹായം ചോദിക്കണമെന്ന്, അല്ലെങ്കിൽ സഹായം ചോദിക്കാമെന്ന് പറഞ്ഞത് വേറെ, അത് വിഷയം വേറെ. അതൊരു മുസ്ലിയാരുമായുള്ള എഴുത്തുകളിൽ അത് എപ്പോഴാണ് പ്രാർത്ഥന ആവുക, പ്രാർത്ഥന അല്ലാതാവുക എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് എന്തായിരിക്കും? പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ചോദിക്കട്ടെ, ജിന്നുകളോട് സഹായം തേടാമെന്നെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടില്ല. സഹായം തേടാമെന്ന്, സഹായം ആവശ്യപ്പെടാമെന്ന് എവിടെ എഴുതിയിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇല്ലാത്തത് പ്രചരിപ്പിക്കുകയാണ്. അതാ പറയുന്നത്, അള്ളാഹുവിന്റെ ഏത് കൃത്യമാവട്ടെ, ഏതൊരു കൃത്യയോടും പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥന ആവുന്ന രൂപത്തിലുള്ള സഹായാർത്ഥന പാടില്ല, അത് ചിത്താകുന്നു. ഏത് കൃത്യമാവട്ടെ, ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, മറ്റേതും ആവട്ടെ, അതേ പ്രകാരം ജിന്നുകളോട് അദൃശ്യ ജീവികളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അതും എഴുതിയിട്ടില്ല. അങ്ങനെ ചോദിക്കാമെന്ന്, ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയതായിട്ട് അല്ലെങ്കിൽ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ സഹായം ചോദിക്കണം, അത് ചോദിക്കേണ്ടതാണ്, അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലാത്തത് വെറുതെ ഇങ്ങനെ ആരോപിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് എഴുതിയതായി കാണിച്ചു തരാൻ സാധ്യവുമല്ല. ഒരു മനുഷ്യൻ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയാൽ, യാ ഇബാദല്ലാ അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ, മലക്കുകളെ, ജിന്നുകളെ, നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് പറയാമെന്ന് താങ്കൾ എഴുതിയിട്ടുണ്ടോ? താങ്കൾക്ക് അത്തരത്തിലൊരു വാദമുണ്ടോ? മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ, അങ്ങനെ ജിന്നുകളെ, മലക്കുകളെ ആരെങ്കിലും വിളിച്ചിട്ട് സഹായം ചോദിക്കാം എന്നോ, അങ്ങനെ സഹായം ചോദിക്കാമെന്ന് എവിടെ എഴുതിയിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സഹായം ചോദിക്കാം ശിർക്കാവുന്നത് എപ്പോഴേ, അല്ലാത്തത് എപ്പോഴേ എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നല്ലാതെ ചോദിക്കാമെന്ന്, സഹായം ചോദിക്കാമെന്ന് എഴുതിയിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അത് ദുർവ്യാഖ്യാനം. അപ്പോൾ പിന്നെ ഇബാദല്ലാ അഈനുനി എന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച്, അങ്ങനെ ഇബാദല്ലാ അഈനുനി എന്നൊരു ഹദീസ് അനുസരിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നു എന്ന് ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഗുണകാംക്ഷകൾ ചോദിക്കുന്നുണ്ട്. അത് ദുർബല ഹദീസല്ലേ, ആ ഹദീസിന് നിങ്ങൾ എന്തിനാ ഇത്ര കൂടുന്നത്? ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം, ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുന്തിയിട്ടില്ല. പിന്നെ ആ ഹദീസ് വൈഫാണ്, ആ ഹദീസ് ദുർബലാണ് എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരിങ്ങനെ കൊണ്ട് നടക്കുക, കൊട്ടി ഘോഷിച്ച് നടക്കുക എന്നല്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. എങ്കിലല്ലേ അത് പറയേണ്ടതുള്ളൂ. ഞാൻ ഇസ്ലാഹിൽ പ്രസ്തുത രീതിയില് 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിലെ ഈ ലേഖനമാണ് വിവാദ വിഷയമാക്കിയിട്ടുള്ളത്. ആ ലേഖനത്തിൽ ഞാൻ ചോദിക്കുന്നു, ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നതിൽ എഴുതിയത്? കാണിച്ചു തരാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സഹായം ചോദിക്കണമെന്ന് എഴുതിയത് കാണിച്ചു തരാൻ സാധിക്കുമോ? ശിർക്കാവുന്നത്, പ്രാർത്ഥനയാവുന്നത് എപ്പോഴും അല്ലാത്തപ്പോൾ എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ആ സംസാരിച്ച ആളുമായുള്ള, എഴുതിയ ആളുമായുള്ള ഒരു ചർച്ചയിൽ വന്ന വിഷയമാണ്. എന്നല്ലാതെ ഇങ്ങനെ സഹായം ചോദിക്കണമെന്നോ അവിടെ പറഞ്ഞതായിട്ട് ഇങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. ആ ഹദീസിനെ കുറിച്ച് അതിൽ ഉദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ, ആ ഹദീസ് 2-3 ഹദീസുകൾ ആ വിഷയത്തിൽ ഒന്ന് മൃഗം ചാടിപ്പോയാൽ പിടിച്ചു കെട്ടുക, അള്ളാഹുവിന്റെ അടിമകളെ പിടിച്ചു വെക്കുകയും എന്ന് പറയുന്ന ഹദീസ്, അതേ പ്രകാരം തന്നെ വഴി പിഴച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വഴി അറിയിച്ചു തരണം, അല്ലെങ്കിൽ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ വിജനപ്രദേശത്ത് വെച്ച് മറ്റു വല്ല പ്രയാസങ്ങളും നേരിട്ടുണ്ടെങ്കിൽ അടിമകളെ സഹായിക്കുക എന്ന് പറയുന്ന ഹദീസ്, ഇങ്ങനെ ഒരു ഹദീസ് അവിടെ ഉദ്ധരിക്കുകയോ തെളിവാക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടോ ഞാൻ ഉദ്ദേശിക്കുകയും പറയുകയും ചെയ്യാത്ത ഹദീസ് എടുത്തിട്ട് എന്നെ വിമർശിക്കുന്ന ആളുകൾ ആ ഹദീസ് ദുർബലാണ് എന്ന് പറയാറ്. വാസ്തവത്തിൽ ഈ ഹദീസ് ഞാൻ എൻ്റെ കൃതിയിൽ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന് ഞാൻ എഴുതിയ പുസ്തകത്തിൽ തന്നെ ആ ഹദീസുകൾ ദുർബലമാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്.
അപ്പൊ ഈ ഹദീസ് അനുസരിച്ച് പിന്നെ സംസാരിക്കുന്ന കേൾവിക്കാർ വെറുതെ ഉണ്ടാക്കി ആരോപിക്കുന്ന ആളുകൾ ആ ഹദീസ് ദുർബല എന്ന് പറഞ്ഞ് അതനുസരിച്ച് ഉണ്ടാക്കി. അത് കേട്ട് എല്ലാവരും വഞ്ചിതരായി. ഇങ്ങനെ ഒരു വഴിപ്പായ ഹദീസ് എടുത്തിട്ട് മൂപ്പര് എന്ത് പറയുന്നു? പ്രാർത്ഥിക്കാന്ന് പറയുന്നു, സഹായം തേടാന്ന് പറയുന്നു. ഒന്നുകൂടി പറയട്ടെ, അള്ളാഹുവിന്റെ സൃഷ്ടികളുണ്ട് ആരോട് പ്രാർത്ഥിക്കുന്നു ചുറ്റാകുന്നു. സഹായം തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഇസ്ലാഹിൽ എഴുതിയിട്ടേ ഇല്ല. ഇതാണ് അറിയിക്കാനുള്ളത്. ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തിമാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ അടിമകളായ സൃഷ്ടികളോട് ഇസ്തിഗാസ നടത്താമെന്ന് വാദിക്കുന്ന അമ്പലക്കടവ് ഫൈസി കൊണ്ടുവരാറുള്ള തെളിവുകളുടെ ബലഹീനത ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മൗലവി 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിൽ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് മറുപടി എഴുതിയ വരികൾ വളച്ചൊടിച്ച് കുബൂരി മടവൂരി കുപ്രചരണങ്ങൾക്ക് മുജാഹിദ് വേദികളിൽ നിന്നും പ്രാമാണികമായി മറുപടി പറഞ്ഞ അനസ് മൗലവിയുടെയും ഹനീഫ് കായ്ക്കുടിയുടെയും വിശദീകരണമാണ് നിങ്ങൾ കേട്ടത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വേദനാജനകമായ സംഭവങ്ങൾ 2000 ഉണ്ടായപ്പോൾ ജമിയത്തുൽ ഉലമ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകും. ആ സംഭവം മണിക്കൂറുകളോളം ഇരുന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത സന്തോഷത്തോടെ മുഴുവൻ പണ്ഡിതന്മാരും പിരിഞ്ഞുപോയി. പക്ഷേ ആ പണ്ഡിതന്മാരടങ്ങിയിരുന്നെങ്കിലും ആ പണ്ഡിതന്മാരുടെ മനസ്സിൽ സമാധാനമുണ്ടായെങ്കിലും പിശാചിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയായിരുന്നു മനസ്സിലുണ്ടായത്. പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നു, തീരുമാനങ്ങൾ എടുത്തു. ജമിയത്തുൽ ഉലമ തീരുമാനം കേന്ദ്രമിനെ അറിയിച്ചു. കേന്ദ്രം സർക്കുലറിലൂടെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു. പക്ഷേ അന്ന് നീലപുസ്തകമാണ് പുറത്തിറങ്ങിയതെങ്കിൽ ഇന്ന് പിശാച് മഞ്ഞ പുസ്തകത്തിന്റെ രൂപത്തിൽ ഈ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ അതിന് അവതാരിക എഴുതാൻ, ചില ആളുകൾ പുസ്തകം പുറത്തിറക്കാൻ, ചില ആളുകൾ അബദ്ധമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ എഴുതിയാൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന, അതല്ലെങ്കിൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്ന ആളുകളെ പറ്റി ഇതിൽ നടത്തുന്ന ഒരു പദപ്രയോഗം നോക്കൂ നിങ്ങൾ. സിഹിറിന്റെ യാഥാർത്ഥ്യം അത് പ്രവാചകരെ പോലും ഏൽക്കുന്നതിനുള്ള സന്തോഷം എന്നാണ് ഈ ആളുകൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് സഹീഹാണെന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അത് അംഗീകരിച്ച ജമിയത്തുൽ ഉലമ, അത് കേരളത്തിൽ എത്തിക്കാൻ വേണ്ടി സംവിധാനം ഏർപ്പെടുത്തിയ കേരള ജമാഅത്തുൽ മുജാഹിദീൻ, അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധ ഏൽക്കുന്നതിൽ സന്തോഷിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിന്റെ തന്നെ അവതാരികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്നാണ് കുറച്ച് കൊച്ചുമൗലവിമാർ രംഗത്ത് വന്നത് എന്നാണ്. ആരാണ് ഈ കൊച്ചുമൗലവിമാർ? ഈ തീരുമാനമെടുത്ത ജമിയത്തുൽ ഉലമയുടെ അംഗങ്ങളാണോ? ഈ തീരുമാനം കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ എത്തിച്ച എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, പി.പി. അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണോ? അവരെയൊക്കെ കൊച്ചാക്കി ഈ പുസ്തകം എഴുതിയ ഒരു കെ.പി. അബ്ദുള്ള എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗമെന്നാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തക സമിതി അംഗങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സെക്രട്ടറിമാരുണ്ടായിരുന്നു. ആദർശ വ്യതിയാനം സംഭവിച്ചപ്പോ ഈ സമൂഹം, ഇസ്ലാഹി ആദർശം നെഞ്ചേറ്റുന്ന സമൂഹം പെരടിക്ക് പിടിച്ച് ഈ സംഘടനക്ക് പുറത്തേക്കിട്ടതാണ് സെക്രട്ടറി പദവി, അതല്ലെങ്കിൽ പ്രവർത്തക സമിതി അംഗം എന്ന പദവി. മുജാഹിദ്
ആദർശ പ്രബോധന രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളുമായി പ്രസ്ഥാനം ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നത് സഹിക്കാനാവാത്ത പിശാച് അടങ്ങിയിരുന്നില്ല. വീണ്ടും പ്രസ്ഥാനത്തിനകത്തു നിന്ന് തന്നെ എതിർപ്പുകളും വിമർശനങ്ങളും ആരോപണങ്ങളുമായി ആദർശനിഷ്ഠയുള്ള പ്രസ്ഥാനത്തിന്റെ പ്രബോധകരെ രംഗത്ത് നിന്ന് ഒഴിവാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം ആവിഷ്കരിച്ചുകൊണ്ടിരുന്നു. അതിന്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ചവർ ആരാണ്? സ്വാഭാവികമായും സംശയിച്ചേക്കാം. കാണുക ഡോക്യുമെന്ററി പാർട്ട്